മഴയും ദുരന്തങ്ങളും കേരളത്തെ കവർന്നെടുക്കുന്നത് എല്ലാവരും വെറും കാഴ്ചക്കാരായി മാത്രം നോക്കി നിൽക്കുമ്പോൾ മറ്റൊരു ലോകത്ത് ഒരാൾക്ക് മാത്രം അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള കാഴ്ചയായിരുന്നു. ഒരു കാലത്ത് ഈ നാടിന്റെ കാവൽ ദൈവമായി നിന്ന പൊന്നുതമ്പുരാൻ മഹാബലിക്ക് സമാധാനത്തിന്റെ ഭാവം സ്വയം വിസ്മരിച്ചുകൊണ്ട് കോപത്താൽ ഈ 14 ലോകങ്ങളും നിശബ്ദമാക്കി. മറ്റൊന്നിനും വേണ്ടിയല്ല, ഈ മണ്ണിന് വേണ്ടി. തപസ്സിന്റെ കാഠിന്യം കൊണ്ടൊരിക്കൽ വാമനനായി അവതരിച്ച മഹാവിഷ്ണുവിന് മഹാബലിക്ക് മുന്നിൽ പ്രത്യക്ഷനാവാതിരിക്കാൻ കഴിഞ്ഞില്ല. നാടിനെയും പ്രജകളെയും കളങ്കമില്ലാതെ ഒന്നായി സ്നേഹിച്ചൊരു മഹാരാജാവിന്റെ അടിസ്ഥാനമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കണ്ടെത്താൻ സാക്ഷാൽ ഭഗവാന് പോലും കഴിഞ്ഞില്ല. ഒരിക്കൽ 3 അടി ബലിയോട് ദാനം ചോദിച്ച അതേ അവതാരത്തിന് മുന്നിൽ ഇന്ന് തന്റെ രാജ്യം ഈ നിലയിൽ എത്തിച്ചവർക്ക് മറുപടി നൽകാൻ 3 ദിവസം പ്രപഞ്ചത്തിന്റെ സർവാധികാരമാണ് മഹാബലി വരമായി ചോദിച്ചത്. മറ്റു വഴികൾ ഏതുമില്ലാതെ മഹാവിഷ്ണുവിന് ആവശ്യം അംഗീകരിക്കേണ്ടതായി വന്നു. ചരിത്രം അതിവിടെ തിരുത്തി കുറിക്കപ്പെട്ടു. അടുത്ത പകൽ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഒരു ചെറിയ കുടിലിൽ രാജ്യത്തിന്റെ സർവാധികാരം കയ്യിലേന്തുന്ന ഒരു മനുഷ്യൻ ഉറക്കമുണർന്നു. ചുറ്റും കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന ജലബോംബ് പൊട്ടില്ല എന്ന് വീരവാദം മുഴക്കിയ അധികാരികളും പൗരപ്രമുഖരും. അതൊരു ഗ്രാമമാണെന്ന് അധികം താമസിക്കാതെ എല്ലാവർക്കും ബോധ്യമായി. എന്നാൽ ഇതിന്റെ അതിർത്തി കണ്ടെത്താൻ ആർക്കും തന്നെ സാധിക്കുന്നുമില്ല. മെല്ലെ അവരിൽ നിന്ന് നിൽക്കുന്നത് അഖില ലോകത്തെയും പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ള മുല്ലപ്പെരിയാറിന്റെ താഴ്വാര പ്രദേശത്താണെന്ന് മനസ്സിലാക്കി. കലിപൂണ്ട അധികാരികൾ ഈ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ ആജ്ഞാപിച്ചുകൊണ്ട് ശബ്ദമുയർത്തി. എന്നാൽ ശബ്ദിക്കരുതെന്ന ഇടിമിന്നലോടുകൂടി വന്ന ഭയപ്പെടുത്തുന്ന മുഴക്കം നാവുയർത്തിയവരുടെ നാവാട്ടം നിശ്ചലമാക്കി. നാം മഹാബലി, ഈ പ്രപഞ്ചം ഇനി എന്റെ തീരുമാനങ്ങൾക്ക് വഴങ്ങും. എന്റെ പ്രജകളുടെ ജീവന് ഹാനിയായി നിങ്ങൾ ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന ഈ മഹാവിപത്ത് ഇന്നേക്ക് 3 ദിനരാത്രങ്ങൾക്കുള്ളിൽ തടഞ്ഞില്ല എന്നാൽ ആദ്യം ഈ ജലം ജീവനെടുക്കുന്നത് നിങ്ങളുടേതാണ്. കാരണം തെറ്റുതിരുത്താതെ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും മോചനമില്ല. ക്രോധത്തിൽ ജ്വലിക്കുന്ന മഹാരൂപത്തെ കണ്ട സർവരും പ്രാണന് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി. ഈ വിപത്തിനെ എങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിവിടെ നിന്ന് തന്നെ ചെയ്യുകയുമാവാം. ഇതുവരെ നമ്മുടെ പ്രജകൾ നിങ്ങൾക്ക് നൽകിയ അവസരം ഇന്ന് അവസാനമായി ഒരിക്കൽ കൂടി നാം നിങ്ങൾക്ക് നൽകുന്നു. ഇനിയും പ്രവൃത്തിയില്ലെങ്കിൽ പട്ടടയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കോ. പിന്നെ ഈ കേരളം മുല്ലയാറിനെയും പെരിയാറിനെയും ഭയന്നിട്ടില്ല. ഒരിക്കൽ അധികാരികളെ കണ്ടാൽ നടുവളഞ്ഞ് കൈകൂപ്പിയ ജനങ്ങളെ ഇന്ന് അതേ അധികാരികൾ പാദപൂജ ചെയ്യും. ഇനി അതിനൊരു മാറ്റം സംഭവിച്ചാൽ മറുപടി ഉടൻ തന്നെ കിട്ടും. കാരണം ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ കയ്യിൽ നിന്നും പ്രപഞ്ചത്തിന്റെ സർവാധികാരം നേടിയവനാണ് ഇന്നിവിടെ കാവൽ. അനീതിക്കെതിരെ ഇന്നിവിടെ ഒരു ശബ്ദമുണ്ട്. കഥകളുടെ വിസ്മയം കാഴ്ചയിലൂടെ ഞങ്ങൾക്കൊപ്പം അടുത്തറിഞ്ഞ ഓരോ പ്രിയപ്പെട്ട മലയാളികൾക്കും കനവുകഥയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.